ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നെക്ക് ലൈനിൽ ഒരു പുതിയ ഡിസൈൻ ചെയ്യാം. ഇത് ഇയർബഡ്സ് കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ 2 കളറ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒരു ഡാർക്ക് ബ്ലൂവും പിന്നെ ഒരു വൈറ്റും. നമുക്കാദ്യം ഡാർക്ക് ബ്ലൂ എടുക്കാം. ഞാൻ നേരത്തെ ഇയർബഡ്സ് കൊണ്ടുള്ള ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്ക് ലൈനിൽ. അത് 3 പെറ്റൽസ് വെച്ചുള്ളതായിരുന്നു ചെയ്യുന്നത്. ഇതിൽ 5 പെറ്റൽസ് ആണ്. ഇങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്യണം. ഡിപ്പ് ചെയ്തിട്ട് നടുക്കൊരല്പം സ്പേസ് വിട്ടിട്ട് ചുറ്റിലുമായിട്ട് 5 ഡോട്ട്സ് കൊടുക്കണം. അന്നേരപ്പോഴത്തേക്കും 5 പെറ്റൽസ് പോലെ ഇതിരിക്കും. ഇത് തന്നെ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ഒരല്പം ഇടവിട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആഷ് കളർ ചുരിദാറാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ബ്ലൂ കളറ് ബോട്ടോ ഷോളുമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാച്ചിങ് ആയിട്ട് ബ്ലൂ കളർ സെലക്ട് ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. റെഡൊക്കെ നല്ല കോമ്പിനേഷൻസ് ആണ്. നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇടയ്ക്ക് മങ്ങിയിരിക്കുന്നത് പോലെ തോന്നും. ഇത് എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം എടുക്കും, അല്ലെങ്കിൽ എംബ്രോയ്ഡറി മെഷീൻ വേണം. നമുക്കിതിപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്ത് തീർക്കാം. ഇനി നമുക്ക് ഈ ഗ്യാപ്പിന് ഇടയ്ക്കായിട്ട് അടുത്ത ലെയർ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് സ്റ്റിച്ച് ചെയ്ത ചുരിദാറിനാണ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും നല്ലത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ്. പക്ഷേ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു കാർഡ്ബോർഡ് വെക്കണം, അല്ലെങ്കിൽ മറ്റേ സൈഡിലോട്ട് ഇത് ഒട്ടിപ്പിടിക്കും. അങ്ങനെ നമ്മൾ 2 ലെയർ കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിലും കൊടുക്കാം. 3 ലെയറോ 4 ലെയറോ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ താഴോട്ടാക്കി ഇങ്ങനെ ഒരു ഡിസൈനോ ഒക്കെ ചെയ്യാം. ഞാൻ പക്ഷേ 2 ലെയറേ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക്
ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം മിഡിലായിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ വൈറ്റ് കളറിൽ ഈ ബഡ്സിൽ ഇതിൻ്റെ നടുക്കായിട്ട് വൈറ്റ് കളറ് പൂമുട്ട് വരുന്ന പോലെയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള കളർ കാലം വൈറ്റാണ് കൊടുക്കുന്നത്. നമ്മൾ നെക്ക് ലൈനിൽ കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഞാൻ 2 സ്ലീവ്സിലും ചെയ്തു വെച്ചിട്ടുണ്ട്. 2 സ്ലീവ്സിലും ഞാൻ കൊടുത്തിരിക്കുന്ന ഡിസൈൻ പക്ഷേ ഒരു അല്പം ഡിഫറെൻ്റ് ആണ്. ഡിസൈൻ സെയിം തന്നെ, പക്ഷേ അതിൻ്റെ പാറ്റേൺ കുറച്ച് വ്യത്യാസമുണ്ട്. അത് മുകളിൽ നിന്ന് താഴെ ഒരു 1 2 3 4 5 6 ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അത് 5 ആയി, 4 ആയി, 3 ആയി, 2 ആയി, അങ്ങനെ ചെറുതായി മുകളിലോട്ട് പോകും. അതും ആദ്യത്തെ ലെയറിൻ്റെ നടുക്കായിട്ട് അടുത്ത ഫ്ലവർ വരും. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഈ പാറ്റേണിൽ തന്നെ ഞാൻ 2 സ്ലീവ്സും കൊടുത്തിട്ടുണ്ട്. ഈ സ്ലീവ്സിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്ലീവ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ ചെറുതായിട്ട് വർക്ക് ചെയ്യേണ്ട അത്രയും ഭാഗം അഴിച്ചു വിട്ടിട്ട് ഈ വർക്ക് ചെയ്താൽ മതി. വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ബ്ലൂ കളർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലിനി വൈറ്റ് കളർ ഡിസൈനും കൂടെ കൊടുക്കാനുണ്ട്. ഇവിടെ നമുക്കൊരു പേപ്പർ താഴെ വെക്കണം, ഇല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ട് അത് സ്പ്രെഡ് ആവും. അതുപോലെ തന്നെ മറ്റേ സൈഡിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.